എന്താണ് ഇന്നത്തെ വലിയ വാർത്ത? മൂന്നാറിൽ റദ്ദാക്കപ്പെട്ട രവീന്ദ്രൻ പട്ടയങ്ങൾക്ക് പകരം പട്ടയം നൽകാനുള്ള സർക്കാർ നടപടികൾ ഇഴയുകയാണ്. ഒരു ഫയൽ പോലും ഇതുവരെയും നീങ്ങിയിട്ടില്ല. പുതിയ പട്ടയം നൽകാൻ ഇടുക്കി ദേവികുളത്ത് അനുവദിച്ച പ്രത്യേക ഓഫീസിലെ കാഴ്ച ശോചനീയമാണ്. പട്ടയ നടപടികൾക്കായി ഓഫീസിലേക്ക് നിയോഗിച്ച ജീവനക്കാർക്ക് മാസങ്ങളായി ശമ്പളം പോലും ലഭിച്ചിട്ടില്ല. 100 കണക്കിന് ആളുകളാണ് പട്ടയം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഓഫീസ് കയറി ഇറങ്ങുന്നത്. കാണാം ന്യൂസ് മലയാളം ദി ബിഗസ്റ്റ്. റദ്ദാക്കപ്പെട്ട രവീന്ദ്രൻ പട്ടയങ്ങൾക്ക് പകരം അർഹരായവർക്ക് പട്ടയം നൽകുമെന്ന ഉറപ്പിൽ 2024 പ്രത്യേക ഓഫീസ് സർക്കാർ പ്രഖ്യാപിച്ചത്. ദേവികുളത്ത് ഇപ്പോൾ താൽക്കാലികമായി പ്രവർത്തിക്കുന്ന പ്രത്യേക ഓഫീസിലെ കാഴ്ചയാണ് ഇത്. തഹസീൽദാർ ക്വാർട്ടേഴ്സിന് സമീപം 15 അടി വിസ്തീർണം മാത്രമുള്ള ഒരു മുറി. പ്രത്യേക തഹസീൽദാർ, റവന്യൂ ഇൻസ്പെക്ടർ, ജൂനിയർ സൂപ്രണ്ട്, 3 ക്ലർക്കും ഉൾപ്പെടെ 9 പേരാണ് ഇവിടെ ജോലി ചെയ്യേണ്ടത്. 100 കണക്കിന് ഫയലുകൾ കൈകാര്യം ചെയ്യേണ്ട ഓഫീസിന്റെ ദുരവസ്ഥയാണ് ഇത്. ഫയലുകളില്ലാത്ത സർക്കാർ ഓഫീസിൽ ഒരു കമ്പ്യൂട്ടർ പോലും കണ്ടില്ല. ഓഫീസിലുണ്ടായിരുന്ന ജീവനക്കാർ ഒന്നിനെക്കുറിച്ചും പ്രതികരിക്കാനും തയ്യാറായില്ല. ചുമതലയുണ്ടായിരുന്ന തഹസീൽദാർ വിരമിച്ചതോടെ ദേവികുളം സ്പെഷ്യൽ തഹസീൽദാർക്ക് താൽക്കാലിക ചുമതല നൽകിയത് മാത്രമാണ് ഇവിടെ ഉണ്ടായ നടപടി. സർവേയർ തസ്തികയില്ലാത്തതിനാൽ പട്ടയം നൽകിയവരുടെ ഭൂമി അളന്നു തിട്ടപ്പെടുത്താൻ പോലും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഒരു ഫയൽ മാറ്റവും നടന്നിട്ടില്ലെന്നത് വ്യക്തം. പ്രത്യേക ഓഫീസിലെ പുനർവിന്യസിക്കപ്പെട്ട ജീവനക്കാരുടെ തുടർച്ചാനുമതി കഴിഞ്ഞ ജനുവരിയിൽ റദ്ദായി. ഇതോടെ മാസങ്ങളായി ഇവർക്ക് ജോലിയും ശമ്പളവും ഇല്ലാത്ത സ്ഥിതിയാണ്. 500 ചില്ലറ പട്ടയങ്ങൾ ഇവിടെ വിതരണം ചെയ്തിട്ടുണ്ട്. അത് കളഞ്ഞിട്ട് ഇത്ര വർഷം കളഞ്ഞിട്ട് 2 വർഷത്തിന് മുമ്പ് ഈ പട്ടയമെല്ലാം ആ കൊടുത്ത ഉദ്യോഗസ്ഥൻ അർഹതപ്പെടാത്ത ആളുടെ ഒരു കാരണത്തിനാൽ ഈ പട്ടയെല്ലാം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഈ പട്ടയം ക്യാൻസൽ ചെയ്തുകൊണ്ട് ബാങ്ക് ലോൺ കുടിശ്ശായിട്ടുണ്ട്. മക്കൾക്ക് ലോൺ എടുക്കാൻ പറ്റില്ല. ഇവർ കുടുംബക്കാർക്ക് വേറെ ആർക്കും ഈ ഭൂമി വിതരണം ചെയ്യാൻ പറ്റില്ല. അത് തിറന്ന് പല ഓഫീസിലിരുന്ന് ജോലി ചെയ്തിട്ട് ഇവിടെ വന്ന് ഇറക്കുമ്പോൾ അവർക്ക് താമസിക്കാനായിട്ട് സ്ഥലമില്ല. അവർക്ക് 5 മാസമായിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളമില്ല. ഇടുക്കിയിലെ ഭൂവിഷയങ്ങളിൽ ഇന്നും കുരുക്കഴിയാതെ കിടക്കുന്ന ഒന്നാണ് രവീന്ദ്രൻ പട്ടയം. 1999 EK നായനാർ സർക്കാരിന്റെ കാലത്താണ് രവീന്ദ്രൻ പട്ടയം അനുവദിച്ചത്. തഹസീൽദാർമാരുടെ ചുമതല വഹിച്ചിരുന്ന ദേവികുളം അഡീഷണൽ തഹസീൽദാർ ആയിരുന്ന MI രവീന്ദ്രൻ അധികാര പരിധി മറികടന്ന് 530 പട്ടയങ്ങൾ വിതരണം ചെയ്തെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് മുഴുവൻ പട്ടയങ്ങളും റവന്യൂ വകുപ്പ് റദ്ദാക്കിയത്. അർഹരായവർക്ക് പട്ടയം നൽകാൻ പിന്നീട് 2022 സർക്കാർ ഉത്തരവിറക്കി. 9 വില്ലേജുകളിലായി 530 പട്ടയങ്ങൾ ഈ ഇനത്തിലുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. പട്ടയം നടപടികളിൽ യാതൊരു പുരോഗതിയുമില്ലെന്നിരിക്കെ പട്ടയം കാത്തിരിക്കുന്ന നിരവധി പേരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. റദ്ദാക്കപ്പെട്ട രവീന്ദ്രൻ പട്ടയങ്ങൾക്ക് പകരം പുതിയ പട്ടയങ്ങൾ നൽകാനുള്ള നടപടികൾ ആരംഭിച്ചുവെന്നാണ് സർക്കാർ പറയുന്നത്. അതിനായി രൂപീകരിച്ച ഒരു ഓഫീസിൻ്റെ ദുരന്ത കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഒരു കമ്പ്യൂട്ടർ പോലും ഇല്ലാതെ എന്ത് ഫയലാണ് അവിടെ നീങ്ങുന്നത്? ഈ വിഷയത്തിൽ റവന്യൂ വകുപ്പിന് എന്ത് ആത്മാർത്ഥതയാണുള്ളത്? ഇന്നോ നാളെയോ പട്ടയം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ പതിറ്റാണ്ടുകളായി കഴിയുന്നത് 100 കണക്കിന് കുടുംബങ്ങളാണ്. സനൽ ഇളമ്പജിക്കൊപ്പം ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.